ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ട് ഞാനൊരു കേക്ക് ഇതുവരെ ബേക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ വൈറലായിട്ടുള്ള ലണ്ടൻ ചോക്ലേറ്റ് കേക്ക്. അതിന് വേണ്ടിയിട്ട് കാരമൽ സോസും ചോക്ലേറ്റ് ഗനാഷും ഒരു ചോക്ലേറ്റ് കേക്കുമാണ് വേണ്ടത്. കേക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചതും യൂസ് ചെയ്യാം, വീട്ടിൽ ബേക്ക് ചെയ്തതും ഉപയോഗിക്കാം. അപ്പം കാരമൽ സോസും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒന്ന് തണുപ്പിക്കണം. അപ്പോൾ ആദ്യം അതാണ് ഉണ്ടാക്കേണ്ടത്. ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം ഷുഗർ. അപ്പോൾ അത് ഇളക്കാതെ അങ്ങനെ തന്നെ വെച്ചിട്ട് കളറ് ചേഞ്ച് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. കളറ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു 2 നുള്ളു ഉപ്പും അതുപോലെ 50 ഗ്രാം ബട്ടറും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബട്ടർ ആഡ് ചെയ്യുമ്പം നല്ലോണം ഇങ്ങനെ പുറത്തേക്ക് തെറിക്കും, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ബട്ടർ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 1/4 കപ്പ് ക്രീമും ആഡ് ചെയ്ത് കഴിഞ്ഞ് മിക്സ് ആയാൽ നമ്മളെ കാരമൽ സോസ് റെഡിയായി. സോസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറുമ്പം ക്ലിങ് ഫിലിം വെച്ചിട്ട് ഇതേ രീതിയിൽ കവർ ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 2 മെത്തേഡിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 100 ഗ്രാം വിപ്പിംഗ് ക്രീമും 200 ഗ്രാം ചോക്ലേറ്റുമാണ് ഈ ഒരു മെഷർമെൻറ്റിലേക്ക് വേണ്ടി വരിക. അപ്പോൾ ആദ്യം വിപ്പിംഗ് ക്രീം ചൂടാക്കി അതിലേക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അത് മെൽറ്റായി കഴിഞ്ഞാൽ വേറെ പാത്രത്തിലേക്ക് മാറ്റി ചൂടാറുമ്പം ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്താൽ മതി. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുക. ഡബിൾ ബോയിൽ ചെയ്യേണ്ട, ചൂടുവെള്ളത്തിൽ വെച്ചാൽ മതി. എന്നിട്ട് അത് മെൽറ്റ് ആകുമ്പം അതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. എനിക്ക് ഈ രണ്ടാമത്തെ മെത്തേഡാണ് ഒന്നുകൂടി നന്നായിട്ട് തോന്നിയത്. ഞാനിവിടെ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് വിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്യാം. 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ വീതം ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇതെല്ലാം കൂടി സീവ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. 2 വലിയ മുട്ട യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് വൈറ്റിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. നല്ലോണം വിപ്പ് ചെയ്യണം. ഇപ്പോൾ പാത്രത്തിൽ വെള്ളം ഉണ്ടാവരുത്. അതുപോലെ യോക്കും മിക്സ് ആയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വിപ്പായി കിട്ടില്ല. ഇനി സെപ്പറേറ്റ് ചെയ്ത് വെച്ച യോക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ, 1/3 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1 ടേബിൾ സ്പൂൺ വനില എസൻസ്, 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് യോക്കിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. കട്ട കെട്ടിയ പോലെ തോന്നും കേട്ടോ, പക്ഷേ പ്രശ്നമില്ല. അതിലേക്ക് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യുക. ആദ്യത്തെ ഒരു 2 സ്പൂൺ ആഡ് ചെയ്യുമ്പം ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ബാക്കിയുള്ളത് ഒരു സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു ലോഫ് പാനിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് ടാപ്പ് ചെയ്ത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുക. എനിക്കിവിടെ 35 മിനിറ്റ്സ് ആണ് എടുത്തത്. ഇനി റെഡിയാക്കി വെച്ച കാരമൽ സോസ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് ഇതേ രീതിയിലൊന്ന് പെയിലാവണ വരെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അതേപോലെ ചോക്ലേറ്റ് ഗനാഷും നല്ലോണം ബീറ്റ് ചെയ്യുക. എനിക്കിപ്പം ഇതിൽ ഫ്രഷ് ക്രീമോ ഒന്നും ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ തന്നെ ബീറ്റ് ചെയ്തപ്പം നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ചിലപ്പം നല്ല ഹാർഡായിട്ടുണ്ടെങ്കിൽ ക്രീം ആഡ് ചെയ്തിട്ട് ഒന്നിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ സൈസിലാണ് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു സൈസിലുള്ള കണ്ടെയ്നർ എടുത്തിട്ട് അതിൽ കുറച്ച് ക്ലിങ് ഫിലിം വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഈ കാരമൽ സോസൊക്കെ ഭയങ്കര റണ്ണിയാണ്. അപ്പം ഇതേ രീതിയിൽ ചെയ്യുക. കേക്ക് ചൂടാറുമ്പം ഇതേപോലെ 3 ആക്കിയിട്ട് മുറിച്ചിട്ട് ആദ്യത്തെ സ്ലൈസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പാലോ ഷുഗർ സിറപ്പോ യൂസ് ചെയ്തിട്ട് കേക്ക് ഒന്ന് വെറ്റാക്കുക. ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ കാരമൽ സോസും ഗനാഷും ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ AC റൂമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അലിഞ്ഞു പോവും. പിന്നെ ഇതേപോലെ കാരമൽ സോസ് ഇടയിലാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത സ്ലൈസ് കേക്ക് വെച്ചിട്ട് ഇതേ രീതിയിൽ എല്ലാം റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത സ്ലൈസും കൂടി വെച്ചിട്ട് ക്ലിങ് ഫിലിം കൊണ്ട് കവർ ചെയ്ത് ഒരു 1 അവറെങ്കിലും റെഫ്രിജറേറ്റ് ചെയ്യുക. 1 അവറിന് ശേഷം പുറത്തെടുത്തിട്ട് ക്ലിങ് ഫിലിം ഒഴിവാക്കിയിട്ട് എല്ലാ സൈഡിലും ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് കവർ ചെയ്തിട്ട് വീണ്ടും റെഫ്രിജറേറ്റ് ചെയ്യുക. ഇത്രയും സ്ട്രെസ്സ് ഞാൻ അനുഭവിച്ചിട്ടില്ല ഒരു കേക്ക് ബേക്ക് ചെയ്തപ്പോൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ അലിയും. ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ഈ കാരമൽ സോസ് പെട്ടെന്ന് അലിഞ്ഞു പോവും. അതേപോലെ തന്നെ ചോക്ലേറ്റും കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോൾ ഒന്ന് ലൂസാവും. അപ്പോൾ അത് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കണം, പിന്നെ ഒന്നുകൂടി വിപ്പ് ചെയ്യണം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇതിന്. പക്ഷേ ഇത് വേർത്താണ്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ ചോക്ലേറ്റ് കേക്ക് എനിക്ക് വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കണേ.